Michelangelo, one of my favorite great artists. ഇറ്റാലിയൻ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖൻ, ചിത്രകാരൻ, ശില്പി, വാസ്തുശില്പി, കവി, എഞ്ചിനീയർ തുടങ്ങി മൈക്കൽ ആഞ്ചലോയെക്കുറിച്ച് പറയുമ്പോൾ വിശേഷങ്ങൾ ഏറെയാണ്. ഇറ്റലിയിലെ കാംബ്രസിൽ 1475 മാർച്ച് 6 ഇദ്ദേഹം ജനിച്ചത്. മൈക്കൽ ആഞ്ചലോ ബാനാറോക്കി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കലയുടെ വ്യത്യസ്ത മേഖലയിൽ തികഞ്ഞ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിഞ്ഞ മൈക്കൽ ആഞ്ചലോ താൻ കൈവച്ച മേഖലയിലെല്ലാം അനുപമമായ നിരവധി സംഭാവനകളാണ് നൽകിയത്. ചുമർചിത്ര രചനകളിലും മാർബിൾ ശില്പങ്ങളിലുമാണ് ഇദ്ദേഹം ഏറെ താൽപ്പര്യം കാണിച്ചിരുന്നത്. റോമിലെ ബിസ്റ്റെയിൽ ചാപ്പലിൻ്റെ മച്ചിൽ വരച്ച ചുമർചിത്രങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളായി അറിയപ്പെടുന്നത്. ബൈബിളിലെ സൃഷ്ടിയുടെ കഥയും ക്രൈസ്തവ സങ്കല്പത്തിലെ അന്ത്യവിധി രംഗങ്ങളും ചിത്രീകരിച്ചത് ഇദ്ദേഹത്തെ ചിത്രകലയിലെ അനശ്വര സാന്നിധ്യമാക്കി. ചിത്രകാരൻ എന്നതിലുപരി അനുഗ്രഹീതനായ ശില്പിയായാണ് ഇദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. പിയാത്ത, ദാവിദ് എന്നീ ശില്പങ്ങൾ 30 വയസ്സ് തികയും മുമ്പേ ഇദ്ദേഹം പൂർത്തിയാക്കിയവയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവചരിത്രം എഴുതപ്പെട്ട ആദ്യത്തെ പാശ്ചാത്യ കലാകാരൻ എന്ന വിശേഷണവും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. യാഥാസ്ഥിതികരുടെ ഒട്ടേറെ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും തൻ്റെ കലയുടെ ഗാംഭീര്യം കൊണ്ട് ഇന്നും ഏറെ ആദരവ് പിടിച്ചുപറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.